നമസ്കാരം. ആന്ധ്രയിൽ ഭരണപക്ഷമായ കോൺഗ്രസിന് ഇനി നേരിടേണ്ടി വരിക പുതിയ ഒരു ശത്രുവിനെ കൂടിയാണ്. തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത നടപടി കോൺഗ്രസ് സർക്കാരിനെതിരെ വലിയ ശത്രുതയാണ് തെലുങ്ക് സിനിമാ ലോകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. തെലങ്കാനയിലും ആന്ധ്രയിലും വലിയ സ്വാധീനമുള്ള താരമാണ് അല്ലു അർജുൻ. സൂപ്പർ താരങ്ങളായ ചിരഞ്ജീവി, പവൻ കല്യാൺ, രാം ചരൺ തേജ തുടങ്ങിയവരുടെ അടുത്ത ബന്ധു കൂടിയായ അദ്ദേഹം കോൺഗ്രസ് സർക്കാരിനെതിരെ നീങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അങ്ങനെ സംഭവിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാന ഭരണം തന്നെ കോൺഗ്രസിന് നഷ്ടമായാലും അത്ഭുതപ്പെടാനാകില്ല. നമുക്കറിയാം, തെലുങ്ക് നാട്ടിൽ സിനിമയും രാഷ്ട്രീയവും ഒരുമിച്ച് ബന്ധം പുലർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. വൈകാരികമായി സിനിമയും രാഷ്ട്രീയത്തെയും ഒരുപോലെ കാണുന്നവരാണ് അവിടുത്തെ ജനത. അല്ലു അർജുന്റെ ഏറ്റവും പുതിയ ചിത്രമായ പുഷ്പ 2 ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ച സംഭവത്തിലാണ് അല്ലു അർജുനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തെലങ്കാന പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 105, 118/1 വകുപ്പുകളാണ് അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത്. 5 വർഷം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇത്. ഹൈദരാബാദിലെ പഴയ തിയേറ്റർ കോംപ്ലക്സുകളിൽ ഒന്നായ സന്ധ്യ തിയേറ്ററിൽ നടന്ന പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്ക് അല്ലു അർജുനും കുടുംബവും ഒപ്പം സിനിമാ സംഘവും എത്തിയിരുന്നു. ഇതോടെ ഉണ്ടായ തിക്കിലും തിരക്കിലുമാണ് ചിത്രം കാണാനെത്തിയ ദിൽസുഖ് നഗർ സ്വദേശിനി രേവതി മരിക്കുന്നത്. അല്ലുവും സംഘവും തിയേറ്ററിലേക്ക് എത്തുന്ന വിവരം ഏറെ വൈകിയാണ് പോലീസിനെ അറിയിച്ചത് എന്നാണ് അധികൃതരുടെ വാദം. അതുകൊണ്ട് തന്നെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അവർക്ക് ഒരുക്കാനായില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. മരണപ്പെട്ട രേവതിയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച അല്ലു അർജുൻ ഇത്തരമൊരു സംഭവം നടന്നതിൽ തന്റെ ഹൃദയം തകർന്നു പോയതായും പറഞ്ഞിരുന്നു. രേവതിയുടെ ഗുരുതരമായി പരിക്കേറ്റ മകൻ ശ്രീതേജിന്റെ എല്ലാ ചികിത്സാ ചെലവുകളും ഏറ്റെടുക്കുമെന്നും താരം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ പോലീസ് നടപടിയെ തടുക്കാൻ പര്യാപ്തമായിരുന്നില്ല. ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും മുൻപാണ് തികച്ചും നാടകീയമായ ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ച അല്ലു അർജുനെ പോലീസ് ബെഡ്റൂമിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കെ കോടതി തീരുമാനം വരും മുൻപ് അല്ലുവിനെ അറസ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യമാണ് അല്ലു അർജുന്റെ ആരാധകരും സിനിമാ പ്രവർത്തകരും ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ താരമെത്തുന്ന കാര്യം പോലീസിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്നും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ അല്ലു അർജുൻ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കിടപ്പുമുറിയിൽ നിന്ന് വിളിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്തിനെന്ന് അല്ലു അർജുൻ ചോദിച്ചതും പ്രാതൽ കഴിക്കാൻ സമയം തരണമെന്ന് ആവശ്യപ്പെട്ടതുമെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരുമായി ചെറിയ വാക്കേറ്റത്തിന് കാരണമായതാണ് റിപ്പോർട്ടുകൾ. അച്ഛൻ അല്ലു അരവിന്ദും ഭാര്യ സ്നേഹ റെഡ്ഡിയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമുണ്ടായതിനിടെയാണ് ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘം അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ അല്ലു അർജുൻ ജാമ്യത്തിൽ ഇറങ്ങുന്നതോടെ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിന് വലിയ വെല്ലുവിളി കൂടി ഉയരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുകയാണ്. ആന്ധ്രയിൽ അല്ലു അർജുന്റെ ബന്ധു കൂടിയായ സൂപ്പർ താരം പവൻ കല്യാണിനെ മുൻനിർത്തിയാണ് TDP നേതാവ് ചന്ദ്രബാബു നായിഡു ഭരണം പിടിച്ചിരിക്കുന്നത്. നിലവിൽ പവൻ കല്യാൺ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി കൂടിയാണ്. സിനിമയും രാഷ്ട്രീയവും ഇടകലർന്ന തെലുങ്ക് മണ്ണിൽ അല്ലു അർജുൻ പരസ്യമായി കോൺഗ്രസ് സർക്കാരിനെതിരെ പട നയിച്ചാൽ അത് തെലങ്കാന സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല.